ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള 8 പുണ്യദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. ഈ 8 പുണ്യദിനങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഉൾക്കൊള്ളുവാനും പരിശുദ്ധ അമ്മയുടെ ജീവിതം സ്വജീവിതത്തിൽ സ്വാംശീകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായി നാം ഒത്തിരിയേറെ അടുത്ത് ഒരുങ്ങുന്ന പുണ്യദിനങ്ങളാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന് മാധ്യസ്ഥയും മാതൃകയുമാണ്. അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിന് കൂട്ടായിരിക്കുന്നത് പോലെ തന്നെ അമ്മയുടെ ജീവിതത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹവുമാണ്. ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ മാതൃകകൾ ഉൾക്കൊണ്ട് അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുവാന് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുകയും നമ്മൾ ഒരുക്കപ്പെടുകയും ചെയ്യുന്ന ദിനങ്ങളാണ് ഈ 8 ദിനങ്ങൾ. ഒത്തിരിയേറെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്ത ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വചനഭാഗത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണെന്നും പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണമെന്നും പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തെന്ന് കൂടുതൽ മനസ്സിലാക്കുവാനുമായി ഈ തിരുവചന ഭാഗത്തെ നമുക്ക് അല്പസമയം ധ്യാനപൂർവ്വം വിചിന്തനം ചെയ്യാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. 3-ാം ദിവസം എന്നത് തിരുവചനത്തിൽ ഒത്തിരിയേറെ പ്രതിപാദിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. പ്രതീക്ഷയില്ലാതിരുന്ന ദൈവജനത്തിന് പ്രതീക്ഷയുടെ ഉത്ഥാനത്തിൻ്റെ സന്തോഷം നൽകിയത് 3-ാം ദിനമാണ്. കാണാതായ ദൈവപുത്രനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നത് 3-ാം ദിനമാണ്. അനുസരണക്കേടിനാൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ യോന തിരികെ വന്നത് 3-ാം ദിനമാണ്. സീനായ് മലയിൽ ഇസ്രായേൽ ജനത്തെ കാണുവാൻ ദൈവം ഇറങ്ങി വന്നത് 3-ാം ദിനമാണ്. ഇങ്ങനെ തിരുവചനത്തിലുടനീളം ഈ 3-ാം ദിവസം ഒത്തിരിയേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇവിടെയും 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നു നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഈ തിരുവചനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായി നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സത്യം. നമ്മുടെയും ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഒപ്പമുണ്ടോ എന്ന ചിന്ത. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന് മാതൃകയായി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ നമ്മളോടൊപ്പം പരിശുദ്ധ അമ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ വിവാഹ വിരുന്നിന് യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈ കുടുംബത്തിന് ഒത്തിരിയേറെ അനുഗ്രഹം നൽകി. അവർക്ക് വീഞ്ഞു തീർന്നു എന്ന് മനസ്സിലായപ്പോൾ പരിശുദ്ധ അമ്മ പുത്രൻ തമ്പുരാനോട് വന്ന് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. പരിശുദ്ധ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ഇവിടെ ഒത്തിരിയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കുറവുകളെ, പ്രതികൂല സാഹചര്യങ്ങളെ ആഘോഷങ്ങളാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ ഇവിടെ പരിശുദ്ധ അമ്മ വീഞ്ഞിൻ്റെ കുറവിനെ അറിയിക്കേണ്ടത് ആരോടാണോ, നിറകൂടമായ തമ്പുരാനിൽ അത് അറിയിച്ചാൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടി പരിശുദ്ധ അമ്മ ഈശോയുടെ അടുക്കൽ വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുകയാണ്. ഈ സമയം പുത്രൻ തമ്പുരാൻ്റെ ചോദ്യം നമ്മയൊക്കെ അതിശയിപ്പിക്കുന്നതാണ്: സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? ഇവിടെ സ്ത്രീയെ എന്ന് പരിശുദ്ധ അമ്മയെ യേശുക്രിസ്തു വിളിച്ചു എന്നത് ഒത്തിരിയേറെ വാഗ്വാദങ്ങൾക്ക് ഏർപ്പെടുന്ന ഒരു വാക്കാണ്. എന്നാൽ പരിശുദ്ധ അമ്മയെ സ്ത്രീയെ എന്ന് യേശു വിളിക്കുമ്പോൾ പഴയ നിയമം മുതൽ ബൈബിളിലുടനീളം പ്രതിപാദിക്കപ്പെടുന്ന സ്ത്രീ എന്ന ഒരു വ്യക്തി, സാത്താൻ്റെ തലയെ തകർക്കുന്ന സ്ത്രീ, സ്വർഗത്തെ ഉടയാടയാക്കിയ സ്ത്രീ, ഈ സ്ത്രീ തൻ്റെ അമ്മയാണ് എന്ന് ലോകത്തോട് യേശുക്രിസ്തു വിളിച്ചു പറയുകയാണ്. യേശുക്രിസ്തു പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. സമയം എന്നതുകൊണ്ട് ഇവിടെ പ്രതിപാദിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വീകരണത്തിനുള്ള സമയമാണ്. ഈ സമയം മുതൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനോട് അടുക്കാനുള്ള സമയം വിദൂരതയിലല്ല എന്ന് പരിശുദ്ധ അമ്മയ്ക്കും പുത്രൻ തമ്പുരാന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു.
എന്നാൽ സ്വജീവിതത്തിൽ പുത്രൻ തമ്പുരാനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും പരിശുദ്ധ അമ്മയ്ക്ക് ആ കുടുംബത്തെ അപമാനഭാരത്താൽ വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഇത് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃകയാണ്. ഇനിയും പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. ഇവിടെ നാം കാണുന്നത് പരിചാരകരുടെ ഒരു വലിയ അനുസരണത്തെയാണ്. എന്തിനെന്നോ ഏതിനെന്നോ ചോദ്യമില്ലാതെ പുത്രൻ തമ്പുരാൻ ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ നിസ്വാർത്ഥമായി അതിനെ അനുസരിക്കുകയും അവയെല്ലാം വക്കോളം നിറയ്ക്കുകയും ചെയ്തു. യേശുക്രിസ്തു വീണ്ടും പറഞ്ഞു, ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കുവിൻ. ഈ വെള്ളത്തിൻ്റെ നിറം മാറിയോ എന്നോ അതിൻ്റെ മണം മാറിയോ എന്നോ അതിൻ്റെ രുചി മാറിയോ എന്നോ അവരാരും അന്വേഷിച്ചില്ല. അവരത് പരീക്ഷിച്ചു നോക്കിയിട്ടല്ല കലവറക്കാരൻ്റെ അടുക്കൽ കൊണ്ടുപോയത്. ഇവിടെ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ അനുസരണത്തിൻ്റെ പാഠമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന അനുസരണത്തിൻ്റെ ഒരു വലിയ മാതൃക. ഈ വീഞ്ഞായി മാറിയ പച്ചവെള്ളം രുചിച്ചു നോക്കിയ കലവറക്കാരൻ പറയുന്നുണ്ട്, നീ നല്ല വീഞ്ഞ് ഇതുവരെയും മാറ്റിവെച്ചുവല്ലോ എന്ന്. ഇത് എവിടെ നിന്നെന്നോ എപ്രകാരം ഇത്രയും വീര്യമേറിയ ഇത്രയും രുചിയേറിയ വീഞ്ഞ് ഈ ജനത്തിന് നൽകുവാനായിട്ട് ലഭിച്ചു എന്നതോ കലവറക്കാരന് ബോധ്യമുണ്ടായിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു ഇത് എങ്ങനെയാണ് ഈ പച്ചവെള്ളം ഇപ്രകാരം മധുരമേറിയ വീഞ്ഞായി മാറിയതെന്ന്. ഇവിടെ നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മ ഈ സുവിശേഷത്തിൽ പറയുന്ന രണ്ട് വാക്കുകളാണ്. ഒന്ന്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. രണ്ട്, അവർക്ക് വീഞ്ഞില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പരിശുദ്ധ അമ്മ ഈ സുവിശേഷത്തിലൂടെ സംസാരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് വാക്കുകളിലൂടെ ഒരു കുടുംബത്തെ മുഴുവൻ പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൻ്റെ അപമാന ഭാരത്തിൽ നിന്ന്, അവർക്ക് വരാമായിരുന്ന ഒരു വലിയ ദുഃഖത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് അവരെ കരം പിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത്. ഈ അമ്മയുടെ ജീവിതമാണ് നമ്മളും ആർജിക്കേണ്ടതും നമ്മൾ മാതൃകയായി സ്വീകരിക്കേണ്ടതും. പരിശുദ്ധ അമ്മ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ മൗനമായി, വളരെ ശാന്തമായി, എന്നാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവജനത്തിന് വാങ്ങിക്കൊടുക്കുവാൻ ഇന്നും സന്നദ്ധതയുള്ള അമ്മ. ഈ അമ്മയുടെ ജനന തിരുനാളാണ് നാം ഈ ദിവസങ്ങളിലൂടെ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളുകൾ ആഘോഷങ്ങളായി മാത്രം മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആഘോഷങ്ങളെക്കാൾ ഉപരി ഈ അമ്മ നൽകിയ മാതൃകകളെ ഉൾക്കൊള്ളുവാനും ഈ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവം തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനുമുള്ള അവസരങ്ങളായി ഈ ദിവസങ്ങളെ നാം കാണണം. ഈ തിരുവചനത്തിലൂടെ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന 4 പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം എന്നത് നമ്മുടെ സംസാരങ്ങളൊക്കെ ദൈവത്തോട് മാത്രമാകണം. നമ്മളൊക്കെ ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് പരിഭവങ്ങളും പരിവേദനങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്യുന്നവരാണ്. മനുഷ്യ സഹജമായ സംസാരങ്ങൾക്കും പരിവേദനങ്ങൾക്കും അപ്പുറം നാം സംസാരിക്കേണ്ടത് ദൈവത്തോട് മാത്രമാകണം. നമ്മുടെ സംസാരങ്ങൾ പരിമിതപ്പെടുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സംസാരത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ്. ഈ വിവാഹ വീട്ടിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് പേര് വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിക്കാനും അവരോടൊക്കെ ഇവിടെ വീഞ്ഞില്ല എന്ന് കുറ്റം പറയുവാനും ഇവരെന്ത് ആലോചിച്ചിട്ടാണ് കല്യാണത്തിന് ഇത്രയും ആളുകളെ ക്ഷണിച്ചത് എന്നൊക്കെ കുറ്റം പറയുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ അവിടെയുള്ള നിറവിൻ്റെ നിറകുടമായ പുത്രൻ തമ്പുരാനിലേക്ക് മാത്രമാണ് നോക്കിയത്. ഈ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് നമ്മുടെ സംസാരങ്ങളൊക്കെ ദൈവത്തോട് മാത്രം ആകണമെന്നത്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ നാം സംസാരിക്കേണ്ടത് ദൈവത്തോടാകണം. അവിടെ നിന്ന് മാത്രമേ നിത്യമായ പരിഹാരവും സമാധാനവും സന്തോഷവും മനുഷ്യർക്ക് ലഭിക്കുകയുള്ളൂ. ഇത് തിരിച്ചറിയുവാനുള്ള ബോധ്യം ഇന്നിൻ്റെ ലോകത്തിന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് പരാതികളുടെയും പരിവേദനങ്ങളുടെയും പരിഭവങ്ങളുടെയും ഒരു കാലഘട്ടത്തിലൂടെ നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം, നമ്മുടെ പരിമിതികളിലും നമ്മുടെ മെച്ചപ്പാടുകളിലും നാം നമ്മുടെ സഹോദരങ്ങളെ കരുതുവാനുള്ള മനസ്സുള്ളവരാകണം. നമ്മുടെ പരിമിതികൾ എന്നത് നമുക്ക് മാനുഷികമായ ചിന്തയിൽ ഒരുപാട് പരിമിതികളുണ്ട്.
നമ്മുടെ മെച്ചപ്പാടുകൾ എന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുപാട് മെച്ചങ്ങൾ, നേട്ടങ്ങൾ ഉണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ പരിമിതികളിലും മെച്ചപ്പാടുകളിലും പരിശുദ്ധ അമ്മ ജനത്തോടൊപ്പമായിരിക്കുവാന്, തൻ്റെ സഹോദരങ്ങളോടൊപ്പമായിരിക്കുവാന്, തൻ്റെ സഹായം ആർക്കാവശ്യമാണോ അവരോടൊപ്പമായിരിക്കുവാനായിട്ട് പരിശ്രമിച്ചവളാണ്. പരിശുദ്ധ അമ്മയെ ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിക്കുമ്പോൾ അമ്മയുടെ സംശയ നിവാരണം എന്ന നിലയിൽ അമ്മയോട് ഉറപ്പിച്ചു പറയുന്നതാണ് എലിശുബ പുണ്യവതി ഗർഭിണിയാണ് എന്നുള്ള വസ്തുത. പരിശുദ്ധ അമ്മയ്ക്ക് ചിന്തിക്കാമായിരുന്നു, ഞാനും ഇതേ ഗർഭാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ചിന്തിക്കാമായിരുന്നു, ഞാൻ ദൈവപുത്രനെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്, എന്നെയാണ് ഈ ലോകം മുഴുവൻ ശുശ്രൂഷിക്കേണ്ടത്. ഇനിയും ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ഒരു വ്യക്തിയല്ല, കാരണം ഞാൻ യേശുക്രിസ്തുവിൻ്റെ അമ്മയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് എലിശുബ പുണ്യവതിയോട് പറയാമായിരുന്നു, ഞാൻ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയായതുകൊണ്ട് എലിശുബ പുണ്യവതിയെ സഹായിക്കുവാനായിട്ട്, ശുശ്രൂഷിക്കുവാനായിട്ട് എനിക്ക് വരാൻ സാധിച്ചില്ല എന്ന്. എന്നാൽ പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ ഓടുകയാണ് എലിശുബ പുണ്യവതിയുടെ അടുത്തേക്ക്. എലിശുബ പുണ്യവതിക്കാണ് ഇപ്പോൾ തൻ്റെ ശുശ്രൂഷ, തൻ്റെ സഹായം ആവശ്യമായിരിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ഇവിടെ നാം പരിശുദ്ധ അമ്മയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളിൽ ഒക്കെ നമ്മൾ നിൽക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ, കരനീട്ടുവാൻ നമുക്ക് സാധിക്കണം. ഈ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ ദൈവപുത്രൻ്റെ അമ്മയാണ്. തൻ്റെ പുത്രൻ അവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, തൻ്റെ പുത്രൻ്റെ ശിഷ്യന്മാരൊക്കെ അവിടെയുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് അതേ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് ആ വീട്ടിലായിരിക്കാമായിരുന്നു. എന്നാൽ അവിടെ വീഞ്ഞിന് കുറവ് വന്നപ്പോൾ അമ്മയ്ക്ക് ചിന്തിക്കാമായിരുന്നു, അവർ വന്ന് എന്നോട് ആവശ്യപ്പെടട്ടെ, അപ്പോൾ പോയി പുത്രൻ തമ്പുരാനോട് പറയാമെന്ന്. എന്നാൽ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ, നിസ്വാർത്ഥമായ ശുശ്രൂഷാ മനോഭാവത്തിൻ്റെ തെളിവാണ് പരിശുദ്ധ അമ്മ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം വീണ്ടും നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ്. നമ്മുടെ പരിമിതികളിലും നമ്മുടെ മെച്ചപ്പാടുകളിലും നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് കരുതലുള്ളവരാകണം. ഇനിയും പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം, കാൽവരിയിലും പതറാതെ നിൽക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ, ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ ഗർഭം ധരിക്കുമെന്ന് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിക്കുന്ന നിമിഷം മുതൽ അതൊരു മംഗളവാർത്തയായി സ്വീകരിക്കുവാനായിട്ട് കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കന്യകയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അന്നു മുതൽ ഇന്നോളം കർത്താവിൻ്റെ കുരിശുമരണം വരെയും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ കാൽവരി അനുഭവം തന്നെയായിരുന്നു. പുത്രൻ തമ്പുരാനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ ശിമയോൻ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ അവയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് ഈ കാൽവരി അനുഭവത്തിലൂടെ തന്നെയാണ്. കാൽവരിയുടെ നെറുകയിൽ പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ ശിഷ്യന്മാരെയും കൂടെയായിരുന്ന മറ്റു സ്ത്രീകളെയും ഒക്കെ ആശ്വസിപ്പിക്കുന്നത്, അവരെ കരം പിടിച്ച് തളർന്നു പോകാതെ നിർത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. ഇന്ന് ഈ ലോകത്ത് ഏത് സ്ത്രീക്ക് സാധിക്കും സ്വപുത്രനെ കുരിശിൻ ചുവട്ടിൽ ഇപ്രകാരം കാണപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി, മറ്റുള്ളവരെ സമാധാനിപ്പിച്ച് നിൽക്കുവാനായിട്ട്? ഇത് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, ഈ പുത്രനെ ഈ ലോകത്തിന് വേണ്ടിയാണ് താൻ ഗർഭം ധരിക്കുന്നത്, ഈ ലോകത്തിന് വേണ്ടിയാണ് താൻ 30 വർഷങ്ങൾ വളർത്തുന്നത്. അവൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് പ്രാർത്ഥനയുടെ പിൻബലം നൽകുവാനും അവനോടൊപ്പമായിരുന്നു കൊണ്ട് അവനെ സഹായിക്കുവാനും അവനെ ശുശ്രൂഷിക്കുവാനുമുള്ള ദൗത്യം മാത്രമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന പരിശുദ്ധ അമ്മയുടെ പൂർണ്ണമായ ബോധ്യമാണ് ഈ കാൽവരിയിലും പതറാതെ നിൽക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചത്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചില പ്രതികൂല സാഹചര്യങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആശ്രയിക്കുവാനും നമുക്ക് സംസാരിക്കുവാനും നമുക്ക് ശുശ്രൂഷിക്കുവാനും നമുക്ക് കണ്ടെത്തുവാനും ഒരു തമ്പുരാൻ ഉണ്ട് എന്ന് ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പതറിപ്പോകുന്നത്. പരിശുദ്ധ അമ്മ അവസാന നിമിഷം വരെയും പതറാതെ നിന്നത് ഈ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. ഇത് വെറും ഒരു വിശ്വാസമല്ല, അടിയുറച്ച വിശ്വാസം. നമ്മൾ ഒന്നും കാണാതെ ഇരുട്ടിലേക്ക് എടുത്തു ചാടുവാൻ മാത്രമുള്ള ആഴമായ ഒരു വിശ്വാസം. ഈ വിശ്വാസമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമ്മളും ഉൾക്കൊള്ളേണ്ടത്. ഇനിയും പരിശുദ്ധ അമ്മ ഈ വിവാഹ വിരുന്നിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ
ഈ കുടുംബത്തിലുള്ളവരൊക്കെ ഈ വീഞ്ഞ് നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സമയം ഒരു കാൽവരി അനുഭവത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇവിടെ അമ്മ ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കുവാനായിട്ട്, അവരോടൊപ്പമായിരിക്കുവാനായിട്ട് മനസ്സ് കാണിക്കുമ്പോൾ കാൽവരിയിൽ ശിഷ്യന്മാർക്കും ഒപ്പമായിരുന്ന സ്ത്രീകൾക്കും ആശ്വാസം പകർന്നതുപോലെ തന്നെ ഈ അമ്മ ഈ കുടുംബത്തിനും ആശ്വാസവും സഹായവും ആയി മാറുകയാണ്. ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം, നമ്മുടെ ജീവിതത്തിൽ കാൽവരി അനുഭവങ്ങൾ ഉണ്ടാകാം, എന്നാൽ പതറിപ്പോകാതെ പുത്രൻ തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനിയും പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന നാലാമത്തെ പാഠം, പ്രാർത്ഥനയിൽ എല്ലാവരെയും കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത് കർത്താവിൻ്റെ കുരിശുമരണം കഴിഞ്ഞ് അവനെ കല്ലറയിൽ അടക്കം ചെയ്ത് ശിഷ്യന്മാരെല്ലാം ചിതറി പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇവരെ ഒരുമിച്ച് കൂട്ടി പെന്തക്കോസ്ത ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ കൂട്ടിച്ചേർത്തിരുത്തി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഒപ്പം നിൽക്കുന്നവർ പലരും വീണു പോകുന്ന അവസരങ്ങൾ നമ്മുടെ കൺമുൻപിൽ നാം കാണേണ്ടി വരും. അമ്മ നൽകുന്ന മാതൃക ഇത് തന്നെയാണ്. നമ്മളോടൊപ്പം നിൽക്കുന്നവർ വീണു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ പ്രാർത്ഥനയുടെ കരം നീട്ടുവാൻ നമുക്ക് സാധിക്കണം. വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അതീതമായി മനുഷ്യ മനസ്സിനെ സംരക്ഷിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും അവനെ പിടിച്ചുയർത്തുവാനും സാധിക്കുന്ന ഏക മാർഗം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ മനുഷ്യഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് അപ്പുറം മനുഷ്യന് സഹജീവികളോട് ചെയ്യാൻ സാധിക്കുന്ന യാതൊരു സഹായവുമില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ സാമ്പത്തിക ശേഷി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ടൊക്കെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് തോന്നുമ്പോഴും ഈ ആരോഗ്യവും സമയവും സമ്പാദ്യവും ഒക്കെ നമുക്ക് നൽകിയത് ദൈവം തമ്പുരാനാണ്. ഈ ദൈവം തമ്പുരാനെ നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യം ദൈവത്തെ നമുക്ക് നൽകുവാനും അതിനോടൊപ്പം ദൈവം നമുക്ക് നൽകിയ എല്ലാ കഴിവുകളെയും, നമ്മുടെ സമയത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ഒക്കെ അപരന് വേണ്ടി പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുകയാണ്. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ 8 നോമ്പിൻ്റെ 8 ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരിയേറെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ ഇതൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് വിചിന്തനം ചെയ്യാനുള്ള ഒരവസരമായി ഈ നോമ്പുകാലത്തെ നമുക്ക് കുറച്ചുകൂടി ആത്മീയതയോടുകൂടി സമീപിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും നമ്മൾ അനുഭവിച്ചതും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകുമ്പോൾ ദൈവ മഹത്വം നമ്മിലൂടെ ഈ ലോകത്തിലേക്ക് പ്രസരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന് മാധ്യസ്ഥയാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് മാതൃകയാകുന്നത്, നമ്മുടെ ജീവിതം ഈ ലോകം കണ്ട് തിരിച്ചറിയണം. ക്രിസ്തീയതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ക്രിസ്തീയതയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതം മാതൃകയാണ് എന്നത്. മാധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലം മുതൽ, ഓർമ്മയായ കാലം മുതൽ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനകൾ ആവർത്തിച്ചുരുവിട്ട് നമ്മളൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഈ അമ്മയുടെ ജീവിതം നമ്മുടെ ജീവിതമായി മാറ്റപ്പെടുമ്പോൾ ഇന്ന് നമ്മിലൂടെ അനേകർക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തെ മുഴുവനായി ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്ന വ്യക്തിത്വമാണെന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയിൽ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതവും ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അമ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക. ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്നത് അമ്മയാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ തിരുക്കുടുംബത്തിൽ പരിശുദ്ധ അമ്മ എപ്രകാരം ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിനെ വളർത്തി ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്കായി സമർപ്പിച്ചുവോ, അതുപോലെ ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മുടെ ജീവിതങ്ങൾക്ക് മാതൃകയാകണം. പരിശുദ്ധ അമ്മ നമ്മളെ ഈ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്ന ഈ 4 പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഈ അമ്മയുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും മാതൃകയായി മാറുകയാണ്.
8 നോമ്പിൻ്റെ കാലങ്ങൾ, പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ കാലങ്ങൾ, പരിശുദ്ധ അമ്മയെ നാം പ്രത്യേകമായി അനുസ്മരിക്കുന്ന കാലങ്ങളൊക്കെ നമുക്കിത് കൂടുതൽ സ്വാംശീകരിക്കുവാനും ഈ ജീവിതം ഉൾക്കൊള്ളുവാനും ഈ ജീവിതത്തെ അപരന് സമർപ്പിക്കുവാനുമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പുണ്യ ദിനങ്ങളാണ്. എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധം പരത്തുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതം കാണുന്ന ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ അമ്മയെ പോലെയാണ് ഈ വ്യക്തിയുടെ ജീവിതമെന്ന് പറയുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിലെ ക്രിസ്തീയത ആഴമുള്ളതായി, അത് അടിത്തറയുള്ളതായി മാറ്റപ്പെടുന്നത്. മനുഷ്യൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ സാധ്യമാകുന്നത്. മനുഷ്യൻ്റെ പദ്ധതികൾ അവസാനിക്കുന്നിടത്താണ് ദൈവിക പദ്ധതികൾ ആരംഭമിടുന്നത്. മനുഷ്യൻ സ്വന്തം കഴിവിൻ്റെ പരിമിതികളിൽ എത്തി നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കഴിവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനായിട്ട് അവന് സാധിക്കുന്നത്. ഇവിടെ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നതും ഇത് തന്നെയാണ്. ഈ വിവാഹ വിരുന്നിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ്. മനുഷ്യൻ്റെ പ്രതീക്ഷകൾക്ക് അസാധ്യമെന്ന് തോന്നിയത്, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ അപമാന ഭാരത്താൽ അവർ നിൽക്കുമ്പോൾ ഇതിനപ്പുറം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരങ്ങൾ നിനക്ക് മേലുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ആ കുടുംബത്തിന് ബോധ്യം നൽകുകയാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മധുരമേറിയ വീഞ്ഞായി ജനത്തിന് നൽകുവാനായിട്ട് സാധിക്കുന്നവൻ ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ നിറവാർന്ന സാന്നിധ്യം ഇന്നും നമ്മളോടൊപ്പമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുന്നത് അമ്മയുടെ ജീവിത മാതൃകയിലൂടെയാണ്. ഈ സുവിശേഷത്തിലുടനീളം പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു നൽകിയതും ഇത് തന്നെയാണ്. പരിശുദ്ധ അമ്മ 2 വാക്കുകൾ മാത്രം സംസാരിച്ചുകൊണ്ട് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. അവർക്ക് വീഞ്ഞില്ല. ഈ 2 വാക്കുകൾ മാത്രം സംസാരിച്ചുകൊണ്ട് നമ്മുടെ നിരന്തരമായ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട, നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും നാം സ്വാംശീകരിച്ചെടുക്കേണ്ട ഒരു വലിയ പാഠമാണ് നമുക്ക് മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. ഈ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമായി മാറുന്നത്. ഒരു കാര്യം നാം വ്യക്തമായി തിരിച്ചറിയണം, ഈ ജീവിതം നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, അപരന് വേണ്ടി, നമ്മളായിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി, നാം കണ്ടുമുട്ടുന്ന ദൈവജനത്തിന് വേണ്ടി ജീവിച്ച് തീർക്കുവാനുള്ളതാണ്. പരിശുദ്ധ അമ്മ കാൽവരിയിൽ എപ്രകാരം നിന്നുവോ അപ്രകാരം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിൽക്കുവാന്, ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥനയുടെ പിൻബലം നൽകുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് എപ്രകാരം സാധിച്ചുവോ അപ്രകാരം നമ്മളോടൊപ്പം നിൽക്കുന്നവരെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥനയുടെ ബലം നൽകുവാന്, നമ്മുടെ സംസാരങ്ങളൊക്കെ ദൈവത്തിലേക്ക് മാത്രമാക്കിക്കൊണ്ട്, ദൈവത്തോട് മാത്രം സംസാരിച്ചുകൊണ്ട്, പരാതികളും പ്രതിസന്ധികളും പരിഭവങ്ങളും ഇല്ലാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ അമ്മ നമ്മുടെ ജീവിതത്തിന് മാതൃകയും മാധ്യസ്ഥയും ആയി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയോട് ചേർത്ത് വയ്ക്കുവാൻ, പുത്രൻ തമ്പുരാനോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതം അനേകർക്ക് സഹായത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സംരക്ഷണത്തിൻ്റെയും കരമായി നീട്ടുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതങ്ങൾ, ദൈവം നമുക്ക് നൽകുന്ന കഴിവുകൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ, നമ്മുടെ മെച്ചങ്ങൾ ഒക്കെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കും മാതൃകയും, പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ്. അതിന് ഈ പുണ്യദിനങ്ങൾ നമുക്ക് കൂടുതൽ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം, സഹായം, അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ ജീവിതങ്ങൾക്ക് കൂട്ടും കാവലുമായിരിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നേരുന്നു.